വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലപാടിനെതിരെ വഖഫ് ബോർഡ് ചെയർമാൻ കെ.എസ്. ഹംസ ബി.ജെ.പി ഡീലെന്ന മുസ്ലിം ലീഗ് ആരോപണം ബൂമറാങ്ങായി മാറി. വഖഫ് ബോർഡിന്റെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടത് യൂത്ത് ലീഗ് ഭാരവാഹിയാണെന്നും കെ.എസ്. ഹംസ വ്യക്തമാക്കി. 2024 ഡിസംബർ 17-നാണ് പഴയ വഖഫ് ബോർഡിന്റെ കാലാവധി അവസാനിച്ചത്. ഇതേ മാസം തന്നെ പുതിയ ബോർഡിനായുള്ള ശുപാർശയും പോയിരുന്നു. എന്നാൽ നവംബർ 28-ന് യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹി അഡ്വക്കേറ്റ് സജൽ നിലവിലെ ബോർഡിന്റെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെന്നും വഖഫ് ബോർഡ് ചെയർമാൻ കെ.എസ്. ഹംസ പറഞ്ഞു. ബോർഡിലുള്ള ലീഗുകാർക്ക് വേണ്ടിയായിരുന്നു യൂത്ത് ലീഗ് നേതാവിന്റെ ഹർജി. അന്ന് ബോർഡിലുള്ള ലീഗുകാർക്ക് കുറച്ചും കൂടി ആയുസ് കിട്ടണം. ആ ആയുസ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ വിളവ് ഒപ്പിച്ചതാണ്. ആ വിളവ് ഇതിപ്പോൾ ഇവർ വീണോളം വിദ്യയാക്കി നടക്കുകയാണ്. ഇപ്പോൾ അത് ഈ കഥ പുറത്തു വന്നാൽ ഇനി അതും അവർക്കെതിരായി മാറിയില്ലേ? ഇതിന് ഞാൻ ഈ പറഞ്ഞതിന് വഖഫ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ മറ്റ് UDF നേതാക്കളോ ലീഗ് നേതാക്കളോ ഒക്കെ മറുപടി പറയട്ടെ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാര്യങ്ങൾ പഠിച്ചു പറയാൻ ശ്രമിക്കണം. അമുസ്ലിങ്ങളെ ഒഴിവാക്കാനാണ് അന്ന് 2 ഒഴിവുകൾ സർക്കാർ നികത്താതിരുന്നത്. കേരളത്തിലെ മുസ്ലിമുകളിലെ അവാന്തര വിഭാഗങ്ങളെ കണ്ടെത്താൻ കഴിയണമെന്നാണ് ബോർഡിന്റെ നിലപാട്. ഒരു ലക്കും ലഗാനുമില്ലാതെ കാര്യങ്ങൾ പറയുന്ന ആളാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമെന്നും ഹംസ പറഞ്ഞു. പുറത്തിങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും പറയുന്നതാവാൻ പറ്റില്ലല്ലോ. വസ്തുനിഷ്ഠമായിട്ട് പറയണം, വസ്തുനിഷ്ഠമായി പറയണം, പഠിക്കണം. നിങ്ങളിപ്പോൾ സലാമിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ പണ്ട് ആ പാർട്ടിയിലുണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുക. ഒരു ലക്കും ലഗാനില്ലാതെ അടിച്ചു വിട്ടോളൂ. അതിന് പണ്ട് ഏൽപ്പിക്കൽ അദ്ദേഹത്തെയാണ്. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് UDF സർക്കാർ അഡ്മിനിസ്ട്രേറ്ററെ വെച്ചത്. ബോർഡിലെ പുനഃസംഘടന സുപ്രീം കോടതി പറഞ്ഞാൽ അംഗീകരിക്കും. വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിൽ ചെയ്യട്ടെയെന്നും നിയമപരമായും അല്ലാതെയും അതിന്റെ അനന്തരഫലം നേരിടേണ്ടി വരുമെന്നും വഖഫ് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, കോഴിക്കോട്.